പ്രോട്ടീനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിന്റെ ഗുണങ്ങൾ, അത് കുറവാകുമ്പോൾ ഫലങ്ങൾ, വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്കുള്ള ആവശ്യകതകൾ, ഭക്ഷ്യസ്രോതസ്സുകൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. ഇത് 22 അമിനോ ആസിഡ്സ് ചേർന്നതാണ്. 22-ൽ 9 അമിനോ ആസിഡ്സ് അത്യാവശ്യമാണ്. ഇവ നമ്മുടെ ശരീരം നിർമ്മിക്കുന്നതല്ല, അതിനാൽ അവ ഭക്ഷണത്തിലൂടെ എടുക്കണം. ബാക്കിയുള്ള 13 ശരീരം നിർമ്മിച്ചതാണ്. അമിനോ ആസിഡുകളെക്കുറിച്ച് ഞാൻ ചുരുക്കമായി നിങ്ങളോട് പറയാം. അമിനോ ആസിഡുകൾ ജൈവ സംയുക്തങ്ങൾ സംയോജിപ്പിച്ചാണ് പ്രോട്ടീൻ രൂപപ്പെടുന്നത്. ലൈസിൻ, ല്യൂസിൻ, ഹിസ്റ്റിഡിൻ, മെഥിയോണിൻ, ട്രിപ്റ്റോഫാൻ എന്നിവ കുറച്ച് അമിനോ ആസിഡുകളാണ്. പ്രോട്ടീൻ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ പൂർണ്ണമായ പ്രോട്ടീൻസ്, അപൂർണ്ണമായ പ്രോട്ടീൻസ് എന്നിവയാണ്. ഭക്ഷണത്തിലെ അമിനോ ആസിഡുകളുടെ തരം അടിസ്ഥാനമാക്കിയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 9 ആവശ്യ അമിനോ ആസിഡ്സ് അടങ്ങിയവയാണ് സമ്പൂർണ്ണ പ്രോട്ടീൻസ്. എല്ലാ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും പൂർണ്ണമായ പ്രോട്ടീൻസ് ആണ്. ഉദാഹരണത്തിന് കോഴി, മുട്ട, മത്സ്യവും മാംസവും. അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും സമ്പൂർണ്ണ പ്രോട്ടീനുകളുടെ സ്രോതസ്സാണ്. അപൂർണ്ണമായ പ്രോട്ടീൻസ് 1 അതിലധികമോ ആവശ്യമായ അമിനോ ആസിഡ്സ് ഇല്ലാത്തതാണ്. മിക്ക വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അപൂർണ്ണമായ പ്രോട്ടീൻസാണ്. ഉദാഹരണത്തിന് പയർവർഗങ്ങൾ, ധാന്യങ്ങൾ, പരിപ്പ്, വിത്തുകൾ. ഇവയിൽ സോയാബീൻ പ്രോട്ടീനിന്റെ ഏറ്റവും മികച്ച സസ്യസ്രോതസ്സാണ്. പേശികളുടെ വളർച്ച, നന്നാക്കൽ, പരിപാലനം എന്നിവ പ്രോട്ടീനിന്റെ ഗുണങ്ങളാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുന്നു, ശക്തമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണത്തോടുള്ള നമ്മുടെ ആസക്തി കുറയ്ക്കുകയും കൂടുതൽ നേരം വയർ നിറയ്ക്കുകയും ചെയ്യുന്നു. ഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ദഹനത്തിന് സഹായിക്കുന്നതും വിഷവസ്തുക്കളെ തകർക്കുന്നതും മറ്റ് 2 പ്രവർത്തനങ്ങളാണ്. ഇത് തലച്ചോറിലേക്ക് സിഗ്നലുകൾ കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നു. ശരീരത്തിലെ പോഷകങ്ങളുടെ ഗതാഗതത്തിനും സംഭരണത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പോൾ പ്രോട്ടീൻ കുറവിന്റെ ലക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഗർഭപിണ്ഡത്തിന്റെ വളർച്ച കുറയുന്നതാണ് പ്രോട്ടീനിന്റെ കുറവിന്റെ ലക്ഷണത്തിലൊന്ന്. കുട്ടികളിലെ അപര്യാപ്തത, വേസ്റ്റിംഗ്, സ്റ്റണ്ടിംഗ് എന്നിവയ്ക്ക് കാരണമാകും. ഇത് ശരീരഭാരം കുറയ്ക്കാൻ കാരണമായേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് വിവിധ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മോശം വളർച്ച കാരണം കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെയും ബാധിക്കാം. ദീർഘകാലാടിസ്ഥാനത്തിൽ മോശമായി വളരുന്ന കുട്ടികളിൽ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അവർ വല്ലാതാകുമ്പോൾ രക്താതിമർദ്ദമുണ്ടാകാം. മുതിർന്നവരിൽ പ്രോട്ടീനിന്റെ കുറവ് പേശികളുടെ അളവ് നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. അവർക്ക് ക്ഷീണവും അനുഭവപ്പെടാം. ദുർബലമാണ്, അണുബാധകൾക്കുള്ള സാധ്യതയുണ്ട്. ചർമ്മത്തിന്റെ ചുളിവുകളും മുടികൊഴിച്ചിലും മറ്റ് ഉദാഹരണങ്ങളാണ്. വിവിധ പ്രായക്കാർക്ക് ദൈനംദിന ആവശ്യകതകളുണ്ട്. ഈ ട്യൂട്ടോറിയലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രോട്ടീൻ ആവശ്യകതകൾ പല നിരീക്ഷണമനുസരിച്ചാണ്. 0 മുതൽ 12 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് 1 കിലോ ശരീരഭാരത്തിന് 1 മുതൽ 2 ഗ്രാം വരെയാണ്. 1 മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 16 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. 4 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 20 ഗ്രാം. 7 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 29 ഗ്രാം നിർദ്ദേശിക്കുന്നു. 10 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 40 ഗ്രാം.
52 മുതൽ 62 ഗ്രാം വരെ കൗമാരക്കാർക്ക് നിർദ്ദേശിക്കപ്പെടുന്നു. ഗർഭിണികൾക്ക് ഇത് 78 ഗ്രാമാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് 68 മുതൽ 74 ഗ്രാം വരെ നിർദ്ദേശിക്കുന്നു. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീനിന്റെ ആവശ്യകതയും അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രവർത്തനങ്ങളെ ഉദാസീനത, മിതമായത്, ഭാരിച്ചത് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഉദാസീനമായ പ്രവർത്തനത്തിൽ അധ്യാപനം ഉൾപ്പെടുന്നു. തുന്നൽ, ഡാറ്റ എൻട്രി, കോൾ സെന്റർ ജോലികൾ, ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും ഉദാസീനമായതിൽപ്പെടുന്നു. മിതമായ പ്രവർത്തനത്തിൽ കാർഷിക തൊഴിലാളികൾ, വീട് ജോലിക്കാർ, കൽപ്പണിക്കാർ, ഡ്രൈവർ എന്നിവർ ഉൾപ്പെടുന്നു. കനത്ത പ്രവർത്തനത്തിൽ കല്ല് മുറിക്കുന്നവർ, മരം മുറിക്കുന്നവർ, കായിക താരങ്ങൾ, ഖനന ജോലിക്കാർ എന്നിവർ ഉൾപ്പെടുന്നു. ഉദാസീനമായ തൊഴിലാളികൾക്ക് 1 കിലോഗ്രാം ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. അനുയോജ്യമായ ശരീരഭാരം ഒരു വ്യക്തിക്ക് ആരോഗ്യകരമായ ഉത്തമഭാരമാണ്. മിതമായ തൊഴിലാളികൾക്ക് ശരീരഭാരമനുസരിച്ച് കിലോഗ്രാമിന് 1.2 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. കനത്ത തൊഴിലാളികൾക്ക് കിലോയ്ക്ക് ശരീരഭാരമനുസരിച്ച് 1.5 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. ഒരു ഉദാഹരണം ഉപയോഗിച്ച് നമുക്കിത് മനസ്സിലാക്കാം. 55 കിലോഗ്രാമുള്ള മിതമായ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ പ്രോട്ടീൻ ആവശ്യം 66 ഗ്രാം ആയിരിക്കും. ഭാരിച്ച ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അവൾക്ക് 82 ഗ്രാം ആവശ്യമാണ്. നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണം ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നു. അത്തരം ഭക്ഷണങ്ങൾ 6 മാസം മുതൽ നൽകണം. ചില ഭക്ഷണ സ്രോതസ്സുകളിലെ പ്രോട്ടീനിന്റെ ഉള്ളടക്കം നോക്കാം. ഒരു മുഴുവൻ മുട്ടയിൽ ഏകദേശം 7 ഗ്രാം പ്രോട്ടീനുണ്ട്. 100 ഗ്രാം എല്ലില്ലാത്ത കോഴിയിൽ ഏകദേശം 19 ഗ്രാം പ്രോട്ടീനുണ്ട്. അതുപോലെ 100 ഗ്രാം മത്സ്യത്തിൽ 20 ഗ്രാം പ്രോട്ടീനുണ്ട്. 250 മില്ലിലിറ്റർ പശുക്കളുടെ പാലിൽ ഏകദേശം 8 ഗ്രാം ഉണ്ട്. 250 മില്ലിലിറ്റർ പശുവിൻ പാലിൽ നിന്നുള്ള തൈരിൽ ഏകദേശം 8 ഗ്രാം ഉണ്ട്. പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന 45 ഗ്രാം പനീരിൽ ഏകദേശം 8 ഗ്രാം പ്രോട്ടീനുണ്ട്. 20 ഗ്രാം അണ്ടിപ്പരിപ്പ്, വിത്ത് എന്നിവയ്ക്ക് ഏകദേശം 4 ഗ്രാം ഉണ്ട്. 30 ഗ്രാം അസംസ്കൃത സോയാബീനിൽ ഏകദേശം 11 ഗ്രാം പ്രോട്ടീനുണ്ട്. 30 ഗ്രാം മറ്റ് അസംസ്കൃത ബീൻസുകളിൽ ഏകദേശം 5 ഗ്രാം പ്രോട്ടീനുണ്ട്. 30 ഗ്രാം പാകം ചെയ്യാത്ത പയർവർഗങ്ങൾക്ക് ഏകദേശം 4 ഗ്രാം പ്രോട്ടീനുണ്ട്. 30 ഗ്രാം അസംസ്കൃത പച്ച അരിക്ക് ഏകദേശം 2 ഗ്രാം ഉണ്ട്. 30 ഗ്രാം അസംസ്കൃത തിനയിൽ ഏകദേശം 4 ഗ്രാം പ്രോട്ടീനുണ്ട്. 30 ഗ്രാം ഗോതമ്പ് മാവിൽ നിന്ന് നിർമ്മിച്ച ഒരു ചപ്പാത്തിയിൽ 3 ഗ്രാം പ്രോട്ടീനുണ്ട്. ചോളം, കമ്പു എന്നിവയുടെ ചപ്പാത്തിയിലും 3 ഗ്രാം പ്രോട്ടീനുണ്ട്. ഒരു മിസ്സി റൊട്ടിയിൽ 4 ഗ്രാം പ്രോട്ടീനുണ്ട്. കടലമാവ്, ഗോതമ്പ് മാവ് എന്നിവയുടെ തുല്യ അനുപാതത്തിലാണ് മിസ്സി റൊട്ടി നിർമ്മിക്കുന്നത്. സസ്യഭക്ഷണത്തേക്കാൾ നന്നായി മാംസഭക്ഷണങ്ങൾ പ്രോട്ടീൻ ആഗിരണം ചെയ്യും. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ സമ്പൂർണ്ണ പ്രോട്ടീൻ ഉള്ളതിനാലാണിത്. സമ്പൂർണ്ണ പ്രോട്ടീനിൽ ആവശ്യമായ എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയിരിക്കുന്നു. അതിനാൽ നോൺ വെജ് ഭക്ഷണത്തിലെ പ്രോട്ടീനിന്റെ ഗുണനിലവാരം വെജിറ്റേറിയൻ ഭക്ഷണത്തേക്കാൾ മികച്ചതാണ്. പ്രോട്ടീനിന്റെ ഗുണനിലവാരം DIAAS രീതി ഉപയോഗിച്ച് പരിശോധിക്കുന്നു. DIAAS എന്നത് ഡൈജസ്റ്റബിൾ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ് സ്കോർ ആണ്. ഭക്ഷണത്തിലെ ദഹിപ്പിക്കാവുന്ന അമിനോ ആസിഡിന്റെയും
ആവശ്യമുള്ള അമിനോ ആസിഡിന്റെയും അനുപാതമാണിത്. സ്കോർ 0 മുതൽ 1 വരെ നൽകിയിരിക്കുന്നു. 1 ഏറ്റവും ഉയർന്നതും 0 ഏറ്റവും താഴ്ന്നതുമാണ്. കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഡൈജസ്റ്റബിലിറ്റി സ്കോർ നോക്കാം. മുട്ടയ്ക്ക് 1.18 ഡൈജസ്റ്റബിലിറ്റി സ്കോർ ഉണ്ട്. മുഴുവൻ പാലിലും 1.32 ഉണ്ട്. കടലയിൽ 0.64, ചിക്കൻ പീസ് 0.66 ആണ്. വേവിച്ച അരിക്ക് 0.59 ഉണ്ട്. ഗോതമ്പിന് 0.43 ആണ്. വറുത്ത നിലക്കടലയ്ക്കും 0.43 സ്കോറുണ്ട്. നേരത്തെ ചർച്ച ചെയ്തതുപോലെ വെജിറ്റേറിയൻ സ്രോതസ്സുകൾ അപൂർണമായ പ്രോട്ടീൻസ് ആണ്. ധാന്യങ്ങളിൽ ലൈസിൻ കുറവാണ്. പയറുവർഗ്ഗങ്ങൾ മെത്തിയോണിൻ കുറവാണ്. അവ ഒരുമിച്ച് കഴിക്കുന്നത് അമിനോ ആസിഡുകളുടെ അപര്യാപ്തത നികത്തും. ധാന്യവും പയറുവർഗ്ഗങ്ങളും സംയോജിപ്പിക്കുന്നത് പ്രോട്ടീൻസിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഇതിനെ പ്രോട്ടീൻസുകളുടെ പൂരക പ്രവർത്തനം എന്ന് വിളിക്കുന്നു. വിവിധ സംയോജനമുള്ള വ്യത്യസ്ത ഭക്ഷണ ഗ്രൂപ്പുകൾ കഴിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഭക്ഷ്യ ഗ്രൂപ്പുകളുടെ സംയോജനം വ്യത്യസ്ത അവശ്യ അമിനോ ആസിഡ്സ് നേടാൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും പാൽ ഉൽപ്പന്നങ്ങളുമായി സംയോജിപ്പിക്കുന്നത് പ്രോട്ടീനിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും ഇല്ലാത്ത അമിനോ ആസിഡുകൾ പാൽ ഉൽപ്പന്നങ്ങൾ വഴി നികത്തുന്നു. ഈ സംയോജനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചില ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് നോക്കാം. റൈത്തയോടൊപ്പം ചോളം കിച്ചടി. കടലമാവ് തൈര് കറിയായ കടിയും ചോറും പനീർ പറാഠ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. താലിപീഠ് ഒപ്പം തൈരും. വൻപയർ ചോറ്, തൈര് എന്നിവ മറ്റു ഉദാഹരണങ്ങൾ. മാംസഭക്ഷണവുമായി ധാന്യമോ ചോളമോ സംയോജിപ്പിക്കുന്നത് പ്രോട്ടീനിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഈ സംയോജനം ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ചില പാചകക്കുറിപ്പുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു. അവയിൽ ചോളം കോഴി പുലാവ്, മുട്ടദോശ, കോഴി മില്ലറ്റ് റൊട്ടി റാപ്പ്, മുട്ടച്ചോറ്, ഇറച്ചി നിറച്ച പറാഠ, പഞ്ഞപ്പുല്ല് കോഴിക്കറിയും മറ്റ് ഉദാഹരണങ്ങളാണ്. ഈ സംയോജനങ്ങൾക്ക് പുറമേ മറ്റ് ഭക്ഷണ ഗ്രൂപ്പുകളും സംയോജിപ്പിക്കാം. തൈര് ചോറ്, ചീരപ്പനീർ കറി, തേങ്ങത്തൈര് ചട്നി എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അണ്ടിപ്പരിപ്പ്, ധാന്യങ്ങൾ, വിത്ത് എന്നിവ കറികളിൽ ഉപയോഗിക്കുന്നത് പ്രോട്ടീനിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. നല്ല ആരോഗ്യത്തിനായി നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.